ബാബയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ ബൈലം. 31ാം കാലാവസ്ഥാ ഉച്ചകോടിക്ക് തുർക്കി വേദിയാകും. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് എൽദോസ് പോൾ, ട്രിപ്പിൾ ജമ്പ് താരം. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത്. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസോ. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസോ. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വാക്കായി തിരഞ്ഞെടുത്തത് പാരാസോഷ്യൽ. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പൊതുരംഗത്തുള്ള ഒരു വ്യക്തിയോട്, സിനിമാ താരത്തോട്, കായിക താരത്തോട്, ഇൻഫ്ലുവൻസറോട്, ഒരുപക്ഷെ സാങ്കല്പിക കഥാപാത്രത്തോട് പോലും ശക്തമായ വൈകാരിക അടുപ്പമുണ്ടാകുന്ന അവസ്ഥയെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. പാരാസോഷ്യൽ. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വാക്കായി തിരഞ്ഞെടുത്തത് പാരാസോഷ്യൽ. UN കാലാവസ്ഥാ ഉച്ചകോടി 5 നവംബറിൽ 10ാം തവണ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റെടുത്തതോടെ 2023 ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റിപ്പോർട്ടിൽ 10ാം സ്ഥാനത്തായിരുന്നു രാജ്യം. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷ്, മിസ് മെക്സിക്കോ. ഫാത്തിമ ബോഷ്, മിസ് മെക്സിക്കോ 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മധ്യപ്രദേശിൽ നിന്നുള്ള ഏതു വസ്തുവിനെയാണ് 2025 നവംബറിൽ ഭൗമസൂചികാ പദവി ലഭിച്ചത്? മധ്യപ്രദേശിൽ നിന്നുള്ള ഏതു വസ്തുവിനാണ് 2025 നവംബറിൽ ഭൗമസൂചികാ പദവി ലഭിച്ചത്? പന്ന വജ്രം. ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് സരയൂ വെൽപുല. സരയൂ വെൽപുല ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ 100 രൂപ നാണയവും പുറത്തിറക്കിയത്? സത്യസായി ബാബ. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ 100 രൂപ നാണയവും പുറത്തിറക്കിയത്. ഈയിടെ അന്തരിച്ച ഇസ്രയേലിലേക്ക് കുടിയേറിയ മലയാളി കർഷകനും പ്രവാസി ഭാരതീയ സമ്മാന ജേതാവുമായ വ്യക്തി എലിയാഹു ബസലേൽ. എലിയാഹു ബസലേൽ ഈയിടെ അന്തരിച്ച ഇസ്രയേലിലേക്ക് കുടിയേറിയ മലയാളി കർഷകനും പ്രവാസി ഭാരതീയ സമ്മാന ജേതാവുമായ വ്യക്തി. പുതുതലമുറയുമായി ചേർന്നു പോകാൻ ഇന്ത്യ പോസ്റ്റ് ഏജൻസി സ്ഥാപന ഓഫീസ് തുറന്നത് ഡൽഹി IITയിൽ. ടെന്നീസിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടികയായ ഹാൾ ഓഫ് ഫെയിമിൽ പുതുതായി ചേർക്കപ്പെട്ടത് ആര്? റോജർ ഫെഡറർ. റോജർ ഫെഡററെയാണ് ടെന്നീസിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടികയായ ഹാൾ ഓഫ് ഫെയിമിൽ പുതുതായി ചേർക്കപ്പെട്ടത്.